ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാക്കി ആർമറും ഗോൾഡൻ ക്യാരറ്റും നമുക്ക് വില്ലേജർക്ക് കൈക്കൊന്ന് വാങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വില്ലേജർമാരെ സെറ്റാക്കണം. ഇതിൽ ഏകദേശം 3-4 വില്ലേജർമാരുണ്ട്. പിന്നെ നമ്മൾ ബാക്കി പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇനിയും വന്നോളും. ഈ ഭാഗത്താണ് ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അതങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇവിടെ ബ്ലോക്ക് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനാണ് ബ്രിക്കാണ് എടുക്കുന്നത്. ബ്ലോക്ക് വില്ലേജർമാരെ നിർത്തുന്നതിനനുസരിച്ചാണ് നമ്മൾ വെക്കുന്നത്. ഓവറായിട്ട് ഇപ്പോൾ ചെയ്യണില്ല. എന്തായാലും ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റും. ക്ലീൻ ആക്കിക്കാണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു ബ്ലോക്ക് ഗ്യാപ്പിട്ട് ബ്ലോക്ക് വെക്കുകയാണ്. വില്ലേജസിനെല്ലാം നിൽക്കാനൊക്കെ പറ്റും. ഇപ്പോൾ കയ്യിലുള്ള ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാത്തിനും ഓരോ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കുക, വില്ലേജസ് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് അതൊക്കെ സ്റ്റോണാക്കി എടുക്കുക. എന്നാൽ നമുക്ക് ബ്രിക്ക് ഉണ്ടാക്കാൻ ഒന്നുകൂടി സുഖമാവും. പിന്നെ കുറച്ച് ഗോൾഡും സ്മെൽറ്റ് ചെയ്യാൻ വെക്കുക. പവർ റെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗോൾഡ് ബ്ലോക്കും കൂടി എടുക്കുക. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഗോൾഡ് ഉണ്ടാവില്ല, കുറച്ചുണ്ടുള്ളൂ. ഇനി ഈ റയർ പെട്ടിക്ക് എന്തെങ്കിലും വെക്കണം. അതിൻ്റെ കയ്യിലൊന്നും റയറായിട്ടുള്ളതില്ല. തൽക്കാലത്തിന് നമുക്ക് ഡേർട്ട് എടുത്ത് വെക്കാം. അതും റയർ സാധനമാണ്. അങ്ങനെ റെയിലും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് ഇനി ഇവന്മാരെ പുറത്തെത്തിക്കണം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഞാൻ കുറച്ച് ലാഡർ ക്രാഫ്റ്റ് ചെയ്ത്, എന്നാൽ പിന്നെ നമുക്ക് മാത്രമല്ലേ കയറാൻ പറ്റുള്ളൂ. അവന്മാർ ഇവിടെ ഇതിൽ തന്നെ നിന്നോളും. പിന്നെ അവന്മാർക്ക് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെയിലും കാര്യങ്ങളും വെക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരു ട്രാപ്പ് ഡോറും കൂടി വെച്ചെടുത്താൽ മതി, സോംബീസൊന്നും പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗം നമുക്ക് എന്തായാലും ബ്ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് ഇറങ്ങില്ല. ഈ ഏരിയ അങ്ങനെ ക്ലീൻ ആക്കി ഇനി കുറച്ച് പവർ റെയിലും ഒക്കെ വെച്ച് ഇവന്മാരെ പുറത്തേക്ക് എത്തിക്കാം. അങ്ങനെ അത് ഫിനിഷാക്കി ഇനി വില്ലേജർമാരെ പുറത്തെത്തിച്ചാൽ മതി. പിന്നെ അവർക്കുള്ള പണിയും കൊടുക്കണം. ഈ ഒരു ബ്ലോക്കിൽ ഗ്ലാസ് വെക്കുക, അല്ലെങ്കിൽ അവന്മാർക്ക് ഡാമേജ് എടുക്കും. വെറുതെ ഡാമേജ് എടുത്തുകൊണ്ട് കൊല്ലണ്ട. ഇനി ഒരു മൈൻകാട്ട് വെച്ചാൽ മതി. അവന്മാർ കയറേണ്ടതാണ്. ഈ ഗ്ലാസ് കൂടി പൊട്ടിച്ചു കൊടുത്താൽ ആദ്യം ബേബി വില്ലേജ് പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇവന്മാരാരെങ്കിലൊക്കെ ഒന്ന് കയറ്റട്ടെ. മൈൻകാട്ടിൽ ഒരുത്തൻ കയറി മേൽക്ക് പോയി. നമുക്ക് അതിന് പിന്നാലെ പോയി നോക്കിയാൽ മതി. അവിടെ ട്രാപ്പ് ഡോറും കൂടി വെക്കണം, അല്ലെങ്കിൽ സോംബീസ് ഇറങ്ങും. ഇനി ഈ മൈൻകാട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇവൻ പുറത്തേക്ക് ഇറങ്ങൂല എന്തായാലും. ഇനി ഇതുപോലെ എല്ലാ ഭാഗത്തും അങ്ങനെ ചെയ്യണം. അടുത്ത വില്ലേജറിന് കിട്ടിയിരിക്കണേ നമുക്ക് രണ്ടാമത് അതുപോലെ തന്നെ ചെയ്യണം. ഇവനെന്താ കയറിയിരിക്കണോട്? ഇറങ്ങടാ, താഴത്തേക്ക് ഇറങ്ങടാ. ഇവന്മാർ ലാഡർ കയറുമോ? എന്തായാലും ഇപ്പം തന്നെ ഒരു ട്രാപ്പ് ഡോർ വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇവന്മാർ കയറി പുറത്ത് പോകുമെന്ന് തോന്നുന്നു. അതാ ഇതാ എന്തിവിടെ. ഇവിടുന്ന് 2 ബ്ലോക്ക് മാറ്റി കൊടുത്താൽ മതി. ഇവന്മാർ ബെഡ് കാണുമ്പോൾ വന്ന് കയറി കണ്ട് ആ കുഴി തന്നെ വീണോളും. ഒരു ട്രാപ്പ് ഡോർ ഇവിടെ തന്നെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇവന്മാർ ഇനിയും കയറി പോകും. രണ്ടാമത് നമ്മൾ പിടിച്ച വില്ലേജർ ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി എല്ലാത്തിലും അതുപോലെ വില്ലേജറിന് ആക്കട്ടെ. ഇനി ഇവന്മാർക്കൊക്കെ പണി കൊടുക്കണം. അത് 4 സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അയൺ വിൽക്കാൻ പറ്റും. ഒരു വലിയൊരു അയൺ ഫാം കൂടി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അയൺ വിറ്റാൽ തന്നെ കുറേ എമറാൾഡ് കിട്ടും. അത് വെച്ചിട്ട് ബാക്കി ടൂൾസും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാനും പറ്റും. പിന്നെ ഫുഡിന് നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് വാങ്ങാം. അപ്പോൾ എമറാൾഡ് അത്യാവശ്യമാണ്. അപ്പോൾ അതേ ഇവിടേക്ക് തന്നെ ഒപ്പിക്കുക. നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം വലുതെന്തായാലും. കുറച്ച് അയൺ നമുക്ക് എടുത്തോണ്ടാം. എന്തായാലും നമ്മൾ അയൺ ഫാമിൽ കുറേ നേരമായിട്ട് ഇവിടെ തന്നെ നിൽക്കണോണ്ട് കുറച്ചധികം അയൺ വന്നിട്ടുണ്ടാവും. ഏകദേശം കുറച്ചധികം അയൺ ഉണ്ട്. ഇതൊക്കെ കൊണ്ടുപോയി കണ്ട അവന്മാർക്ക് വിൽക്കുക, എന്നിട്ട് ഫുൾ എമറാൾഡ് ആക്കി വെക്കാം. ഒരാൾ എന്തായാലും ജോബ് എടുത്തേക്കണേ. അവനക്ക് എന്തായാലും ട്രേഡ് ചെയ്യാം. ബാക്കിയുള്ള 2 ആളും കുറച്ച് ടൈം കഴിഞ്ഞാൽ ജോബ് എടുത്തോളും. ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത് നോക്കട്ടെ. ആദ്യം നമ്മൾ ഷവല് അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങണം, എന്നാലാണ് അതിൻ്റെ ട്രേഡ് ഓപ്പൺ ആവുക. ഇവനൊരു ഫ്ലച്ചിങ് ടേബിൾ കൊണ്ട് കൊടുക്കുക. നമുക്ക് സ്റ്റിക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും സ്റ്റിക്ക് ട്രേഡ് ചെയ്യണില്ല. സ്റ്റിക്ക് ട്രേഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷന് അവളിത് പൊട്ടിച്ച് മാറ്റി വെച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ ആരും ട്രെയിൻ എടുക്കണില്ല. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല.
ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചെടുത്ത് നോക്കി, ഒരാളും ട്രേഡ് എടുക്കണില്ല. ഇനി ഇവിടെ ഈ അയൺ ഫാമും വില്ലേജ് ഫാമും ഉണ്ടായതുകൊണ്ടാണോ അറിയില്ല, ഒരാളും ട്രേഡ് എടുക്കണില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ അയൺ ഫാമും എല്ലാം അടുത്ത് തന്നെ ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് എന്തായാലും ഇതിവിടുന്ന് പൊട്ടിച്ച് മാറ്റാം മൊത്തത്തിൽ. എന്നിട്ട് കുറച്ച് വിട്ട് കൊണ്ടുപോയിക്കാണ്ട് ബിൽഡ് ചെയ്ത് വെക്കാം. അതാണ് ഒന്നുകൂടി നല്ലത് തോന്നുന്നത്. ഇനി ഇവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇവർ ഒന്നും ട്രേഡ് എടുക്കണില്ല. ഇനി ഇവന്മാരെ രണ്ടാമത് മൈൻകാട്ടിൽ കയറ്റിക്കാണ്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഈ ബ്ലോക്കൊക്കെ ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റണം. എൻ്റെ അടിയിൽ എന്താ സോംബീസ് ഉണ്ട് തോന്നുന്നു. കുറേ നേരമായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് ടോർച്ച് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. വില്ലേജർമാരെ 3-4 ആൾക്കാരാണ്ട് കൊണ്ടുപോയി. ഇനി ഇവിടെ കുറച്ച് ബ്ലോക്കൊക്കെ പൊട്ടിച്ചെടുക്കണം. അവിടെ ബ്ലോക്ക് വെക്കാനില്ല. അതിൻ്റെ കൂടെ തന്നെ ട്രാപ്പ് ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഈ ഏരിയ ഒന്ന് ക്ലിയർ ആക്കി എടുക്കട്ടെ. ഇവിടുന്ന് കുറേ നേരമായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് ഇറങ്ങി നോക്കണം. ഇറങ്ങി നോക്കി അവിടെ ടോർച്ചും കാര്യങ്ങളും വെക്കാം. അയ്യോ ക്രീപ്പർ, സോംബീസ്, ബേബി സോംബി, ചത്ത് 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 ചത്ത്. ഭാഗ്യത്തിന് ഒരു 2 ബ്ലോക്ക് വെക്കാൻ അല്ല ഇപ്പം ചത്തിന്ന് ഞാൻ. ഇനി ഇവന്മാരെ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മേലെ ഒരു ടോർച്ച് വെക്കട്ടെ. അത് ഇനി സ്പോണാവും. ഭാഗ്യത്തിന് ഒരു ടോർച്ച് ഉണ്ട് കഴിക്കാൻ. ഇവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവന്മാരൊക്കെ ഒന്ന് തീർക്കട്ടെ. അങ്ങനെ അവന്മാരൊക്കെ തീർത്ത് പിന്നെ നമ്മളെ ഈ സോംബി സ്പോണർ എത്രയൊക്കെ മേലെ സ്പോണാവുമോ? നമ്മളിപ്പോൾ ഏകദേശം നിൽക്കുന്നത് 57-ലാണ് വൈ ലെവൽ. എന്ന് വെച്ചാൽ ഏകദേശമൊക്കെ ഒരു കടലിൻ്റെ ലെവല്. എന്തായാലും നമുക്കൊരു എന്താണ് SP ഫാർമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര മേലുള്ളതിൻ്റെ നല്ല ഉപകാരമാവും. ഇനി ലാസ്റ്റത്തെ വില്ലേജറും കൂടി കൊണ്ടുപോകാനുണ്ട്. ഇവനാണ് ലാസ്റ്റത്തെ ആൾ. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ് ഇവനും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ ട്രേഡിങ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഇനി ഇവന്മാർക്ക് രണ്ടാമത് പണി കൊടുക്കാം. വെച്ചപ്പോൾ തന്നെ പണി എടുത്തില്ല. എന്തായാലും എല്ലാവരും എടുത്തോളും പണി. കുറച്ച് നേരം കഴിയുമ്പോൾ ഫ്ലച്ചിങ് ടേബിളും കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് സ്റ്റിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് സ്റ്റിക്ക് ഒപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് ട്രേഡ് ചെയ്തെടുക്കാം. നമുക്ക് ഫസ്റ്റത്തെ എമറാൾഡ് കിട്ടിയിരിക്കണം. ഇനി ബാക്കി കുറച്ചും കൂടി സ്റ്റിക്ക് ഒപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി എമറാൾഡ് ഒപ്പിച്ചെടുക്കണം. കിട്ടിയ എമറാൾഡ് ഇട്ട് സ്മിത്തിങ് ടേബിൾ ഒന്ന് ലെവലപ്പ് ആക്കി എടുക്കണം. എന്നാലാണ് നമുക്ക് അയൺ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഈ ഹോ വാങ്ങിയിട്ട് നമുക്ക് ലെവലപ്പ് ആക്കി എടുക്കാം. 18 എമറാൾഡ് നമുക്ക് കിട്ടിയിരിക്കണേ. അങ്ങനെ ഇതൊന്ന് ലെവലപ്പ് ആക്കണം. ഇതിനിപ്പോൾ ലെവലപ്പാവും. ഇനി അയണിൻ്റെ ട്രേഡ് കിട്ടി. ഇനി അയൺ വിറ്റാൽ മതി. അപ്പോൾ പെട്ടെന്ന് എമറാൾഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ബാക്കിയുള്ള സ്മിത്തി ടേബിളിൻ്റെ ആൾക്കാരും കൂടി നമുക്ക് ഈ ലെവലിലേക്ക് എത്തിക്കണം. ഇതിനിപ്പോൾ ലോക്ക് ചെയ്ത് അയണ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞാലേ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നമുക്ക് ഇവന്മാർ ഒന്ന് ലെവലപ്പാക്കി എടുക്കണം. കുറച്ച് പിക്കാസ് വാങ്ങിയാൽ മതി. ഒരു എമറാൾഡ് ഉള്ളെങ്കിൽ അധികം നമ്മളെ കൈക്കൊന്നും പോവില്ല. ഇനിയിപ്പോൾ ഇവന് ലെവലപ്പാവും. അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി സ്റ്റിക്ക് കൊടുത്ത് എമറാൾഡ് വാങ്ങാം. ഇവൻ്റെ കയ്യിൽ നിന്ന് ഇനി അയണിട്ട് എമറാൾഡ് ആക്കി എടുക്കാം. അപ്പോൾ 28 എമറാൾഡ് പിന്നെയായി. ഇനി ഇവൻ ലോക്ക് ചെയ്ത് ഇനി കുറച്ചുകൂടി ടൈം കഴിഞ്ഞാലാണ് ഇത് അൺലോക്ക് ആക്കുള്ളൂ. ഇനി കുറച്ചും കൂടി അയൺ ഇവൻ്റെ കയ്യിൽ നിന്ന് വിൽക്കാം. അപ്പോൾ തന്നെ ഇവന് ഡയമണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ വിൽക്കൽ തുടങ്ങും. ഡയമണ്ടിൻ്റെ ഒരു ആങ്ക്സ് ഉണ്ട്. എന്തായാലും വാങ്ങിക്കാം. നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. ഇവൻ മാസ്റ്റർ അയക്കണേ. ഇവൻ 25 എമറാൾഡിന് പിക്കാസ് വിൽക്കുന്നുണ്ട്. സിൽട്ടച്ചും ഉണ്ട്. അപ്പോൾ ഒരു നല്ല പിക്കാസാണ്. സിൽട്ടച്ചാണ് ഞാൻ അധികം യൂസ് ചെയ്യൽ. ഇവന് ഷവലുണ്ട്. എഫിഷ്യൻസി 3 ഉണ്ട്. രണ്ടും നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളെ കയ്യിൽ ഇനി അത്രക്കും അയണില്ല. ഒരു ഷവൽ എന്തായാലും വാങ്ങി. ഇവൻ മാസ്റ്റർ ആവട്ടെ. അപ്പോൾ ഇവൻ എന്താ വിൽക്കുക നോക്കണം. ഇവൻ്റെ പിക്കാസ് നല്ല പവറുള്ളതാണ്. എഫിഷ്യൻസി 3 ഉണ്ട്.
അതാണ് ഒന്നുകൂടി ബെറ്റർ. ഇവന് സിൽ ടച്ച് മാത്രമേ ഉള്ളൂ, പിന്നെ അൺബ്രേക്കിംഗ് 2 ആണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വിക്കാസ് തന്നെ വാങ്ങാം. ഒരു ആർമറും കൂടി സെറ്റാക്കി വെക്കാം. ബാക്കി ഡയമണ്ട് ആർമറും കൂടി സെറ്റാക്കി വെക്കാനാണ്. ഇവൻ്റെ കൈക്കൊന്ന് വാങ്ങണതാണ് ഒന്നുകൂടി നല്ലത്. ഡയമണ്ട് മൈൻ ചെയ്ത് കൊണ്ടുവരാനാട്ടി നല്ലത് ഇവൻ്റെ കൈക്കൊന്ന് വാങ്ങണതാണ്. നമുക്ക് ലെഗിൻസും ബൂട്ടും കൂടി വാങ്ങാനുള്ളതുണ്ട്. പിന്നെ ഒരു ഫാർമറിനും കൂടി സെറ്റാക്കി വെക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് ഇവൻ്റെ കൈക്കൊന്ന് വാങ്ങാം. ഫസ്റ്റ് നമ്മളെ കയ്യിലുള്ള അയണൊക്കെ കൊടുത്ത് നമുക്ക് പൈസ ആക്കി വെക്കാം. ഇവൻ ലോക്ക് ചെയ്ത് വെക്കണേ. ഇവന്മാരുടെ അടുത്ത് കൂടി നോക്കട്ടെ. അതെന്തായാലും വിൽക്കുന്നുണ്ട്. ഇനി ഇവനൊന്ന് മാസ്റ്റർ ആക്കി എടുക്കണം, എന്നാലാണ് ഫുള്ള് ഡയമണ്ട് ആർമർ വിൽക്കുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി എമറാൾഡ് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഇവന് അയൺ വിൽക്കണ ഇത് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അയൺ വിൽക്കാം. ഇനി ലാസ്റ്റ് ബൂട്ടും കൂടി നമുക്ക് വാങ്ങാം. ഇനി അയണിൻ്റെ ട്രേഡ് ഓപ്പൺ ആക്കേണ്ടതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അയൺ വിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ചധികം അയൺ വാങ്ങാം. പിന്നെ ലോക്ക് ചെയ്ത് ഇവൻ കൊടുക്കണത് കുറച്ച് പാൻറ് കാര്യങ്ങളുണ്ട്. എന്തായാലും വാങ്ങണം. നമുക്ക് അയണിന് കിട്ടുമോ നോക്കട്ടെ. കുറച്ച് പൊട്ടാറ്റോ ഒക്കെ ട്രേഡ് ചെയ്യാം, എന്നാലും ഇവനെ അൺലോക്കാക്കി നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് എത്തിക്കാൻ പറ്റുള്ളൂ. പൊട്ടാറ്റോ കഴിഞ്ഞ് 26 പൊട്ടാറ്റോ ആണ്, കുറച്ച് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ഇവൻ്റെ കയ്യിലത്തെ ട്രേഡ് അൺലോക്കാക്കി നമുക്ക് വേണ്ട സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഒരു ബോട്ടും ഒരു ലെഗിൻസും നമുക്ക് വാങ്ങാം. അങ്ങോട്ട് ഇട്ടാൽ ഫിനിഷായി, ഫുൾ ഡയമണ്ട് ആർമറായി. ഇപ്പോൾ നമ്മൾ കുറേ ബോട്ട് കൈ കയറിയ കുഴപ്പമില്ല. ഇപ്പോൾ കാണാൻ ഒന്നുകൂടി രസമുണ്ട്, ഫുൾ ഡയമണ്ട് ആർമറായി. ഞാനിപ്പോൾ നമുക്ക് ടൂൾസ് ഒപ്പിക്കണം. അതിന് മുന്നേ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് ഒപ്പിക്കാം. നമുക്ക് ഫുഡ് അത്യാവശ്യമാണ്. അങ്ങനെ പൊട്ടാറ്റ ആവശ്യത്തിന് നമുക്ക് കിട്ടിയിരുന്നു. ഇവന് കൊടുത്താൽ മതി. ഇനി അടുത്ത ലെവൽ എന്താ നോക്കണം. എമറാൾഡിൻ്റെ ലെവലാണെങ്കിൽ നമുക്കൊന്നുകൂടി സുഖമാണ്. നമുക്ക് എമറാൾഡ് പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് അയൺ വിറ്റാൽ മതി. ഇപ്പോൾ ഇപ്പം കൊടുക്കുന്നത് പംകിൻ കൊടുക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് എന്തായാലും നമ്മളെ ഈ സ്ഥലത്തുണ്ട്. ഇവിടെ തന്നെ കുറേ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് വെട്ടി കൊടുക്കാം. അപ്പോൾ തന്നെ എത്ര ആവും നോക്കട്ടെ. അതെന്തായാലും കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ചുകൂടി നമുക്ക് പംകിൻ പൈ വാങ്ങി വെക്കാം. കുറച്ചും കൂടി വാങ്ങിയാൽ മതി. ഇനി എന്തായാലും ഫാർമർ അടുത്ത ലെവലിലേക്ക് പോകേണ്ടതാണ്. ഈ ലെവലിൽ മെലണും പിന്നെ കുക്കിയാണ് കൊടുക്കുന്നത്. എന്നാലും അങ്ങനെ നമ്മൾ കഴിക്കില്ല. അപ്പോൾ കുറച്ച് കുക്കി വാങ്ങാം. കുക്കി പെട്ടെന്ന് നമ്മൾ കഴിക്കാൻ നിറയും, അങ്ങനെ കുഴപ്പമില്ല. ഇനി എന്തായാലും അടുത്ത ലെവലിൽ അൺലോക്ക് ആക്കേണ്ടതാണ് തോന്നുന്നത്. കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഈ ലെവലിൽ സ്റ്റൂ ആണ് വിൽക്കുന്നത്. അതായത് നമുക്ക് കുറച്ച് വാങ്ങി വെക്കാം. അവൻ പെട്ടെന്ന് ഫില്ലാവും. പക്ഷെ നമ്മുടെ കയ്യിലത്തെ എമറാൾഡ് പെട്ടെന്ന് തീരുന്നുണ്ട്. അങ്ങനൊരു പ്രശ്നം. പോയിസൺ അടിച്ച് അത് കുഴപ്പമില്ല. എന്നാലും നമ്മൾ മരിക്കൂല. ഇനി കുറച്ചും കൂടി വാങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വാങ്ങാൻ പോകണേ. ലാസ്റ്റ് കൂടി വാങ്ങി. എന്തായാലും അടുത്തതിൽ ഗോൾഡൻ ക്യാരറ്റ് വിൽക്കുക ഉറപ്പാണ്. ഗോൾഡൻ ക്യാരറ്റ് കിട്ടി. 2 എമറാൾഡിന് 3 ഗോൾഡൻ ക്യാരറ്റ് കിട്ടും. കുറച്ച് വാങ്ങി വെക്കാം. എന്തായാലും കഴിക്കാൻ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഗോൾഡൻ ക്യാരറ്റ് കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡ് ഇപ്പോഴാണ് കഴിച്ചത് നമ്മൾ. ഇനി ബാക്കി കുറച്ചുകൂടി വാങ്ങി വെക്കണം. പൈസ കിട്ടുന്നതിനനുസരിച്ച് വാങ്ങി വെക്കാം. ഇനി അയൺ ഫാമൊക്കെ ഒന്നും കൂടി വലുതാക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ നാളെ കാണാം.